സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരെ എതിർത്ത് മറ്റൊന്നും പറയാനാവാതെ ആ കാഴ്ച കണ്ട് നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും ഒക്കെ. രാധികയ്ക്കാണെങ്കിൽ പ്രിയങ്കയെ അറസ്റ്റ് ചെയ്യുന്നത് പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. രാധികയെ മുറ്റത്തേക്ക് പ്രിയങ്കയുടെ പിന്നാലെ ചെല്ലുവാണ്. പ്രിയങ്കയാണെങ്കിൽ ചേച്ചി എന്നെ രക്ഷിക്കേ എന്നും പറഞ്ഞ് കരഞ്ഞു വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരെ രാധികയുടെ മുമ്പിൽ കൂടി തന്നെ പ്രിയങ്കയെ ജീപ്പിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുവാണ്. അതുകൊണ്ട് രാധികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ തലയിൽ കൈയും കൊടുത്ത് സങ്കടത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ. പിന്നീട് ഈ കാര്യം പറഞ്ഞ് കൽപ്പനയും മുറുവശിയും സന്തോഷം പങ്കുവെക്കുവാണ്. എന്താണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ആ രാധികയുടെ ജീവൻ എടുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രിയങ്കയെ സ്റ്റേഷനിലാക്കാൻ പറ്റിയല്ലോ. തൽക്കാലത്തേക്ക് അവളെ കൊണ്ടുള്ള ശല്യമെങ്കിലും തീർന്നല്ലോ. ഇനി അധികം വൈകാതെ തന്നെ ആ രാധികയും കൂടി ഇവിടെ നിന്ന് പുറത്താക്കണം. അതോടെ നമ്മുടെ സകല ശത്രുക്കളും തീരും. പിന്നീട് കാണിക്കുന്നത് കടുംബംകുളത്ത് തിരിച്ചെത്തുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം വരുണിനെ കാണുന്നതും രാധിക വേഗം തന്നെ പോയി പ്രിയങ്കയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം പറയുവാണ്. അതൊക്കെ കേട്ടിട്ടും വരുണിന് ഒരു കുലുക്കമില്ല കേട്ടോ. ഈ സമയം പത്മിനി പറയണേ, മോനെ വരുൺ, നീ രാധിക മോൾ പറഞ്ഞത് കേട്ടില്ലേ? അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. രാധികയെ കൊല്ലാൻ നോക്കിയത് പ്രിയങ്കയാണെന്നും പറഞ്ഞ് പോലീസുകാർ പ്രിയങ്ക ഇവിടെ നിന്നും പിടിച്ചോണ്ട് പോയി. അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് പോലും. അത് കേട്ടിട്ട് വരൺ പറയണേ, എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ ചെയ്യട്ടെ, അവരെന്താണെന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ തന്നെ ചെയ്തോളും. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. നീ അവിടെ ചെന്നൊന്ന് അന്വേഷിക്കും. എന്തിന്? അതിൻ്റെ എന്താവശ്യമുള്ളത് അമ്മേ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ പ്രിയങ്കയുടെ കാര്യത്തിലൊരു വ്യക്തമായ നിലപാടെടുക്കുവാണ് കേട്ടോ വരുൺ. വരുണിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് കൂടുതൽ സങ്കടമാകുവാണ് രാധികയ്ക്ക്. രാധിക അങ്ങനെ നേരെ റൂമിലേക്ക് ചെന്ന് വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറയുവാണ്. അങ്ങനെ ഫോൺ എടുത്തത് മുത്തശ്ശിയായിരിക്കും. പ്രിയങ്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞ് മുത്തശ്ശി ആകെ തകർന്നു പോകുവാണ് കേട്ടോ. അതിൻ്റെ ദേഷ്യമെല്ലാം രാധികയോടാണ് തീർക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ ശാപവാക്കുകളെല്ലാം കേട്ട് ആകെ തകർന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ് രാധിക. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.